നോക്ക്, കുട്ടികൾ എത്ര ഹാപ്പിയാണല്ലേ. പക്ഷെ കാനഡ പോയ ശേഷം അവളെ എങ്ങനെ ഹാപ്പിയാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്ക് വേണ്ടി അഭിനയിച്ചതിന് ഒരുപാട് താങ്ക്സ്. മുതിർന്നവരുടെ മുമ്പിൽ നുണ പറഞ്ഞ് അഭിനയിക്കുന്ന വളരെ ഈസിയാ. കുഞ്ഞുങ്ങളുടെ മുമ്പിലാകുമ്പോൾ അത് വലിയ കഷ്ടം. ആകാശ്, ശിവാനി എവിടെ? ശിവാനി ഇപ്പോഴുണ്ടായിരുന്നല്ലോ. എടാ, നിങ്ങൾ ഒരുമിച്ചല്ലേ കളിച്ചോണ്ടിരുന്നത്? നോക്കണ്ടേ? ശിവാനി, 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 ശിവാനി. സഞ്ജയ്, ശിവാനി എവിടെ? ശിവാനിയോ? എന്താ എന്നോട് ചോദിക്കുന്നത്? ഞാനിപ്പോ എത്തിയുള്ളൂ. സഞ്ജയ്, കള്ളം പറയരുത്. നീ ആയിരിക്കും എന്തെങ്കിലും ചെയ്തിരിക്കുക. ഏയ്, സത്യമായിട്ട് എനിക്കറിയില്ല. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. കമാൺ ശിവാനി. ശിവാനി, ശിവാനി, ശിവാനി. വാ മോളെ അനു, വാ വാ വാ. കൊച്ചിനെ നോക്കി വന്നതാ. ഇവള് മൊയിലിനെ തേടി വന്നതാ. രണ്ടുപേരും കൃത്യമായ സ്ഥലത്താ വന്നിരിക്കുന്ന. ശിവാനി പേരും കൊച്ചിനെ പോലെ തന്നെ മനോഹരം. എന്താടാ നോക്കുന്നേ? അനുവിനോട് ഞാൻ ആരാണെന്ന് പറയേ. നീ പറയില്ല? ശരി, ഞാൻ തന്നെ പറയാം. അനു, ഈ ക്രിമിനലിനെ ജനിപ്പിച്ചിട്ട് ഉള്ളു നീറി കഴിയുന്ന അച്ഛനാണ് ഞാൻ. ഇതാണ് അവൻ്റെ അമ്മ. നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ. എന്റെ മോൻ ചെയ്ത തെറ്റിന് നിന്നോടും എന്റെ കൊച്ചുമോളോടും ഞാൻ മാപ്പ് ചോദിക്കുക. ശിവാനി, വാ. ഇതെന്റെ കൊച്ചുമോളാടാ. ഏയ്, ആരും അറിയാതെ നിങ്ങൾ കുട്ടികളെ തട്ടിക്കൊണ്ടൊന്നുകൂടെ നിർത്തിയിരിക്കാണോ? ഇവരെ കാണാത്തോണ്ട് ഞങ്ങൾ എവിടേക്ക് അന്വേഷിച്ചെന്നറിയോ? ഞാൻ അവളുടെ മുത്തച്ഛനാ. ഏയ്, മുത്തച്ഛനെ മുത്തച്ഛി അങ്ങ് വീട്ടില്. അനു, വാ വാ. ആരടാ അവൻ? പിന്നെ നീ എന്നെ പറ്റിക്കാൻ നോക്കുന്നോ? കിഷോർ, ഞാൻ നിങ്ങൾ എന്തിനാ പറ്റിക്കുന്നേ? ഇവനാ എൻ്റെ പ്രശ്നം. ഇവൻ ജീവിച്ചിരിക്കുമ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവനുള്ളതാണോ പ്രശ്നം? അപ്പോ ഇനി അവനുണ്ടാവില്ല. ആളെ വിട്ട് അടുപ്പിക്കുന്നു. എന്റെ നാട്ടിലൊന്ന് എന്റെ ദേഹത്ത് കഴിക്കുന്നു. നിനക്കും ഈ വീടുമായിട്ട് എന്താ ബന്ധം? എന്തിനാ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുന്നത്? ആര് ബഹളം ഉണ്ടാക്കി? ബഹളം ഉണ്ടാക്കിയത് മുഴുവൻ നിങ്ങളും നിങ്ങളുടെ മോനും കൂടിയാ. ആണും പെണ്ണും കെട്ടവന്മാര്. അടിക്കാണെങ്കിൽ നല്ല ചങ്കുറപ്പുള്ളമാരെ വിട്. വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ നാട്ടിലേക്ക് വരാം. ഓ, നീ അത്ര വലിയ ഗുണ്ടയാണോ?
ഇതെന്റെ കുടുംബ പ്രശ്നമാ. എന്റെ മരുമോളെയും കൊച്ചുമോളെയും കൂട്ടിക്കൊണ്ടു പോകാനാ ഞങ്ങൾ ഇവിടെ വന്നത്. അച്ഛാ, കുഞ്ഞിന്റെ മേലെ കൈവച്ച ഒരൊറ്റെണ്ണം ഇവിടുന്ന് ജീവനോട് പോല. അത് പറയാൻ നീ ആരാടാ തെണ്ടി? നിന്റെ ഡാ, ഡാ, ഡാ. സലിം, നോ. ഐ എം സോറി ഭാസ്കർ. അച്ഛൻ കുറച്ച് എമോഷണലായി. ഞാൻ ഒരുപാട് പറഞ്ഞതാ എൻ്റെ വൈഫിനെയും കുട്ടീനെയും വിട്ടേക്കാൻ. ആരാ നിന്റെ വൈഫ്? നീ ഇവിടെ കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഒരു പെണ്ണിനെ പറ്റിച്ച അവക്ക് കൊച്ചിനെ ഉണ്ടാക്കി കൊടുക്കുന്ന പുരുഷനല്ല, ചേട്ടെ. സഞ്ജയ്, stop it. ദയവ് ചെയ്ത് എല്ലാവരും ഇവിടെ നിന്ന് പോയി തരൂ. എനിക്ക് കുറച്ച് സമാധാനം വേണം. ശിവാനി വാ. എന്തിനാ എല്ലാവരും ചേർത്ത് എന്നെ ടോർച്ചർ ചെയ്യുന്നേ? വരാനല്ലേ പറഞ്ഞേ? ഇന്ന് മുതൽ അവൾ എന്നെ അച്ഛാന്ന് വിളിച്ചു. അന്ന് മുതൽ അവൾ എന്റെ മോള. അച്ഛാ, അമ്മ നമ്മളോടല്ലേ പറഞ്ഞേ, അവരോടാ. അമ്മ പാവോ അച്ഛാ, ഏതോ ടെൻഷനിൽ പറഞ്ഞോ ഇതല്ലേ. ഏയ് തെറ്റിട്ട് എടുക്കണ്ട അച്ഛാ. ഇല്ലടാ, നമ്മളെ ചേർത്താ പറഞ്ഞേ. ഇല്ലച്ചാ, അച്ഛൻ നോക്കിയോ, അമ്മ നമ്മളെ കാണാൻ ബാൽക്കണി വരൂ. ആകാശ് വന്ന് വണ്ടി കയറി. ഏയ്, ആൺകുട്ടികൾ ഇങ്ങനെ കരയോടാ? ഇങ്ങോട്ട് നോക്ക്. ആർക്ക് വേണ്ടിയും അമ്മയും ശിവാനെയും നമ്മൾ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. ഏയ്, അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതാ. ഒന്നും നീ കരയാക്കണ്ട. അച്ഛനല്ലേ പറയുന്നത്. ശിവാനിയുടെ അമ്മ നിന്റെയും കൂടി അമ്മ. കരയല്ലേ? ഞാൻ അമ്മയെ ഓർത്ത് കരഞ്ഞല്ലേ അച്ഛാ, അച്ഛനെ ഓർത്താ കരയുന്നേ. എന്തിന്? അച്ഛൻ അനുഭവിക്കണ കഷ്ടപ്പാടും നാണക്കേടും അമ്മയെ വേണോന്ന് ഞാൻ ആഗ്രഹിച്ചതുകൊണ്ടല്ലേ. പക്ഷെ അമ്മയ്ക്ക് അച്ഛന് ഇഷ്ടമല്ല. ഇനി അച്ഛന് ഇഷ്ടമല്ലാത്ത അമ്മ എനിക്ക് വേണ്ട അച്ഛാ. ഐ ലവ് യു അച്ഛാ. നിനക്ക് വേണ്ടെങ്കിൽ പിന്നെ എനിക്കും വേണ്ട. എനിക്ക് നീയുണ്ട്, നിനക്ക് ഞാനുണ്ട്. അത് മതി. ആമ്പിള്ളേര് കരയോടാ. ഞാനും ശിവാനി അച്ഛൻ്റെ അമ്മയുടെ കൂടെ കാനഡയിൽ സെറ്റിൽ ആവാൻ തീരുമാനിച്ചു. അതെങ്ങനെ നടക്കും? നീയും മോളും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. അതൊരിക്കലും നടക്കില്ല. അനു, സഞ്ജയ്, ഇത്രയും കാലം അവളെ ടോർച്ചർ ചെയ്തത് പോരെ? സോറി മോളെ, സോറി. അവര് കാനഡ പൊക്കോട്ടെ. കുറച്ച് കഴിയുമ്പോ മനസ്സ് മാറിയിട്ട് തിരിച്ചു വന്നാലോ? നീ പോ മോളെ. അതെ, പോകുന്നതിന് മുമ്പ് ഒരേ ഒരു പ്രാവശ്യം കൽക്കട്ടയ്ക്ക് വരണം. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? അനു, അങ്ങനെയൊന്നും പറയരുത്. ഇപ്പൊ എല്ലാവരുടെയും ജീവൻ നിന്റെ കയ്യിലാ മോളെ. ഇവൻ ചെയ്ത ഒരു സർ, ഇവൻ ചെയ്തൊരു തെറ്റ് കാരണം ഇപ്പോ നമ്മുടെ എല്ലാവരുടെയും ജീവൻ അപകടത്തിലായിരിക്കുക. ഇപ്പോ നീ ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ ആ ക്രിമിനൽസ് തീർച്ചയായും ഞങ്ങളെ കൊന്നുകളയും. നിന്നോട് അപേക്ഷിക്കുക മോളെ, ദയവ് ചെയ്ത് നീ കൽക്കട്ടയ്ക്ക് വാ. 7 വർഷങ്ങൾക്ക് മുൻപ് കൽക്കട്ടയില് ഇവള് എന്തോ ഒരു സാധനം നിന്റെ തന്നിട്ട് ബാങ്ക് ലോക്കറിൽ വെക്കാൻ പറഞ്ഞില്ലായിരുന്നോ? അതുള്ളതാണോ?
ആ? ഐ എം സോറി അനു. അന്ന് നിന്റെ കയ്യിൽ ലോക്കറിൽ വയ്ക്കുമ്പോൾ അതത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാനും പറഞ്ഞില്ല, നീ ചോദിച്ചുമില്ല. അത് ഇപ്പം എവിടെയുള്ളേ? അത് അതാ ലോക്കറിലാ ഉള്ളത്. അതിനു വേണ്ടിയാ ആ ഗ്രൂപ്പ് ഇവരെ വെടിവെച്ചത്. പിന്നെ പോലീസും ആ ഗ്രൂപ്പും അത് എവിടെയെന്ന് ചോദിച്ച് ഇവനെ ടോർച്ചർ ചെയ്തു. അനു, ഇപ്പൊ നിങ്ങളുള്ള സ്ഥലം ആ ഗ്യാങ്ങിന് മനസ്സിലായി. ഇന്ന് പ്രശ്നമുണ്ടാക്കിയതും അവര് തന്നെയാ. അവര് കാരണം നിനക്കും നിന്റെ കുഞ്ഞിനും എന്തെങ്കിലും ആപത്തുണ്ടാകുന്നതിന് മുൻപേ നമുക്ക് പോയി അത് എടുത്ത് അവർക്ക് കൊടുത്തേക്കാം. മനസ്സിലായോ? ശിവാനി, പോയിട്ട് വരാം അങ്കിൾ. പോയിട്ട് വാ. ആകാശ്, ടേക്ക് കെയർ. ശിവാനി, സഞ്ജയ്, ശിവാനി എന്താ ചെയ്യുന്ന? കാറിലേക്ക് കയറ്. പറ്റില്ല, ആകാശും അച്ഛനും വന്നാലേ ഞാൻ വരുവുള്ളൂ. ഏയ്, ഞങ്ങൾ എന്തിനാ അമ്മയും മോളും കൂടി കാനഡയിൽ പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വരില്ലേ? ഇല്ല, ഞങ്ങള് വരില്ല. അമ്മ നോണ പറയാ. ശിവാനി, നീ വരുന്നുണ്ടോ ഇല്ലയോ? ഇപ്പൊ നിങ്ങൾ എന്നെ കമ്പല് ചെയ്ത് വിളിച്ചോണ്ട് പോയാ ഞാൻ എയർപോർട്ടിൽ നിന്ന് എവിടെങ്കിലും ഓടിപ്പോവും. എന്തിനാ അമ്മേനെ ഇങ്ങനെ ടെൻഷൻ ആക്കുന്ന? വാ. കൽക്കട്ട വരെയെങ്കിലും അച്ഛനും ആകാശം കൂടെ വരുവോ? 2 ദിവസമെങ്കിലും എനിക്ക് നിങ്ങളുടെ കൂടെ നിൽക്കാലോ. പ്ലീസ് അച്ഛ, പ്ലീസ്. ശിവാനി പ്ലീസ്. സാരമില്ല മോളെ, എന്താണ് ഇത്ര ആലോചിക്കാൻ? പോയിട്ട് വാ, 2 ദിവസമല്ലേ. അല്ല ചേ, എന്നെ കൊണ്ട് എടാ, കുട്ടികളുടെ ഒരു ആഗ്രഹമല്ലേ. ഓക്കെ. താങ്ക് യു അച്ഛ, താങ്ക് യു സോ മച്ച്. ആകാശ്, ശരി മോളെ ചേ. എടാ ആകാശ്, ഞാൻ നിങ്ങളോട് എന്തിനാ വരാൻ പറഞ്ഞേന്നോ? ഇതാണ് അമ്മേനെ അച്ഛനെയും ഒന്നിപ്പിക്കാൻ പറ്റിയ ലാസ്റ്റ് ചാൻസ്. എങ്ങനെയുണ്ട് എന്റെ പ്ലാൻ? നിന്റെ പ്ലാനൊക്കെ നന്നായിട്ടുണ്ട്. അതിൽ കൊടുങ്ങുന്നത് ഞാനും അച്ഛനല്ലേ. വായ അടക്കടാ മണ്ട. സ്റ്റോപ്പ്. അനു, നീ പോയിട്ട് വാ, ഞങ്ങളോട് വെയിറ്റ് ചെയ്യാം. എടാ വാടാ പോവാം. അവര് നമ്മളെ തേടി കണ്ടുപിടിക്കുമ്പോഴേക്കും ഫ്ലൈറ്റ് മിസ്സാവും. അതാണ് എന്റെ പ്ലാൻ. ഭാസ്കർ, കുട്ടികൾ എവിടെ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ശിവാനി, ആകാശ്. സഞ്ജയ്, ബോക്സ്. കുട്ടികള്
കുട്ടികളുടെ കാര്യം എനിക്കറിയണ്ട. ബോക്സ് താ. കുട്ടികളില്ലാതെ ബോക്സ് തരില്ല ഞാൻ. ഞാൻ വിട്. ഹലോ. കുട്ടികൾ ഇപ്പൊ എന്റെ കയ്യിലാ ഉള്ളത്. നീ ഹാർഡ് ഡിസ്ക് എടുത്തോണ്ട് ഇങ്ങോട്ട് വാ. കമോൺ.